അപ്പോൾ 1-2 ഓർഡേഴ്സൊക്കെ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിലേക്ക് കടന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്ന പ്രോഡക്റ്റ്സ്. ജസ്റ്റ് ഒന്ന് കാണിച്ചേ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇത് അയക്കാൻ വേണ്ടിയിട്ട് ആദ്യം അംഗനവാടിയിൽ കൊണ്ടാക്കിയിട്ട് വേണം പിന്നെ ഇതൊക്കെ അയക്കാൻ പോകാൻ. അപ്പോൾ അംഗനവാടി പോകാൻ മടിയായിരുന്നു. കാരണം 2 ആഴ്ചയായി പോയിട്ട് പനിയും ജലദോഷവും ചുമയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഭയങ്കര മടിയായിരുന്നു. എന്നാലും കൊണ്ടാക്കി. നടക്കൂ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഓർഡേഴ്സ് എല്ലാം പാക്കാക്കി ഇനി പോവാണ്. ആദ്യം ബസ്സിന് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇറങ്ങി. പിന്നെ പ്ലാൻ ചേഞ്ച് ചെയ്തു. പകുതി വഴി സ്കൂട്ടറിന് പോകാമെന്ന് വെച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ സ്കൂട്ടറിൽ കയറ്റി ഹെൽമെറ്റൊക്കെ വെച്ച് കയറി റൈഡർ ഗേൾ. ചുമ്മാ കേട്ടോ, പകുതി വഴി പോകാനുള്ള ധൈര്യമേ ഉള്ളൂ. ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോയി ഐറ്റംസൊക്കെ അയച്ചു. പിന്നെ ഏതിനൊരു മുണ്ട് വാങ്ങണമായിരുന്നു ഓണത്തിന് വേണ്ടിയിട്ട്. ഞാനെടുത്ത് വെച്ച മുണ്ടിൽ വേറൊരു ചേച്ചി കൈ കടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ആൻഡ് ഇതൊക്കെ അവിടുത്തെ മുണ്ട് കളക്ഷനാണ്. വീട്ടിൽ വന്നപ്പോൾ ചിന്നു തകൃതിയായിട്ട് തയ്പ്പ് പരിപാടിയിലാണ്. അമ്മക്കും മോൾക്കും കൂടി ഒരുപോലത്തെ മാച്ചിങ് ഡ്രസ്സൊക്കെ പട്ടുപാവാട തയ്ച്ചിട്ടുണ്ട്. ചിന്നു ഇത് യൂട്യൂബിൽ നോക്കി വീഡിയോ കണ്ട് തയ്ച്ചതാട്ടോ, സ്വന്തമായിട്ട്. പഠിച്ചിട്ടൊന്നുമില്ല തയ്യൽ. ഇതാണ് കുഞ്ഞിനുള്ള പാവാടയും ബ്ലൗസും. ഇത് ചിന്നുവിനുള്ളത്. നന്നായിട്ടുണ്ടല്ലേ. അതിനുശേഷം ഞാനും ഒരു പാവാട തയ്ച്ചിട്ടോ. എനിക്ക് ഒരു ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്, ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.